ഇന്നത്തെ ദിവസത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. അതിലൊന്ന് ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ് എന്നുള്ളതാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വ്യാപനവും തടയുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രഥമ ലക്ഷ്യം. അതോടൊപ്പം ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിലും ഈ ദിവസത്തിന് പ്രാധാന്യം ഏറെയാണ്. മയക്കുമരുന്നിന് അടിമപ്പെടുകയും ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങളും സമൂഹത്തിൽ നിരവധിയാണ്. ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ കൂടി വ്യാപിപ്പിക്കുക എന്നതും അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ലക്ഷ്യം വയ്ക്കുന്നു. ആരോഗ്യമുള്ള സമൂഹത്തിനായി ലഹരിയുടെ പിടിയിൽ നിന്ന് യുവത്വത്തെ രക്ഷപ്പെടുത്താനും കുടുംബ ബന്ധങ്ങൾ തകരാതിരിക്കാനും ലഹരി ഒഴിവാക്കുക എന്ന ആഹ്വാനവുമായി ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം ആചരിക്കുകയാണ്. ലഹരി എന്ന വൻ വിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായാണ് ഐക്യരാഷ്ട്രസഭ 1987 മുതൽ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. പുതുതലമുറയിൽ കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗം കൂടി വരുന്നതായാണ് റിപ്പോർട്ടുകൾ. ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഒട്ടും ആലോചിക്കാതെയാണ് പലരും ലഹരി വസ്തുക്കൾക്ക് പിറകെ പോകുന്നത്. അറിയാനുള്ള ആകാംക്ഷയിൽ ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നവർ ക്രമേണ അതിന് അടിമപ്പെടുന്നു. പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയും ഈ അവസ്ഥയിലേക്ക് പലരെയും എത്തിക്കുന്നതിൽ പ്രധാന കാരണമാകുന്നുണ്ട്. ആഗോള വ്യാപകമായി ലഹരിക്കെതിരെ പ്രതിഷേധ സമരങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും വർദ്ധിച്ചു വരുമ്പോഴും ജനങ്ങൾക്കിടയിലുള്ള പ്രത്യേകിച്ചും യുവാക്കളിലും സ്കൂൾ കുട്ടികളിലുമുള്ള ലഹരിയുടെ സ്വാധീനം അതിനാനുപാതികമായി വളരുന്നു എന്നത് ആശങ്കയുണർത്തുന്നതാണ്. ന്യൂസ് ഡെസ്ക് ജനം.